بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1437 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ ഐമിലായിത്ല സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنون. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. സൂറത്തുൽ അഹ്സാബിലെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്സാബ് ബനൂ ഖുറൈള യുദ്ധം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ സൂറത്തുൽ അഹ്സാബില് തുടങ്ങുകയാണ്. ഈ 9-ാമത്തെ ആയത്ത് മുതൽ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ ആയത്തുകൾ അഹ്സാബ് യുദ്ധത്തിന്റെ ആ ഘട്ടം പിന്നിട്ട് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഖുറൈള ഗോത്രത്തിന് നേരെ സൈന്യവുമായി പുറപ്പെടുകയും അവരുടെ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നുള്ള അവതരണമാണ് എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളും അതിന്റെ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടു മുമ്പില് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തില് തുടക്കം മുതൽ ഇന്നലെ നമ്മൾ വായിച്ച് പൂർത്തിയാക്കിയ ആയത്ത് 8-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം സൈനബ് റളിയല്ലാഹു അൻഹായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ പുരസ്കരിച്ചുള്ള കാര്യങ്ങളാണ് ആ ആദ്യ ഭാഗത്ത് സൂറത്തുൽ അഹ്സാബിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തിലായിട്ട് അള്ളാഹു എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഒരു ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. താങ്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ
ഈസ ഇബ്നു മറിയം തുടങ്ങിയ പ്രവാചകന്മാരിൽ നിന്നൊക്കെയും അള്ളാഹു ഒരു മീസാഖ്, വളരെ ശക്തമായ ഒരു മീസാഖുൻ ഖലീല സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പിന്തുടർന്നുകൊള്ളാം, പാലിച്ചുകൊള്ളാം എന്നും ചുമതലപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ഒരു വീഴ്ചയും കുറവും വരുത്താതെ നിർവഹിച്ചുകൊള്ളാം എന്നുമാണ് പ്രവാചകന്മാർ അള്ളാഹുവുമായുള്ള ഉടമ്പടിയിൽ സമ്മതിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം. സ്വാദിഖുകൾക്ക് അവരുടെ സത്യത, അവരുടെ പ്രതിബദ്ധത പരീക്ഷിക്കുന്നതിന്, അതിനെക്കുറിച്ച് അള്ളാഹു അവരെ മറ്റൊരു ഘട്ടത്തില് വിചാരണക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ്, അതുപോലെ നിഷേധികളും നന്ദികെട്ടവരുമായ ആളുകളെ വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് അള്ളാഹുവിന്റെ ഈ സംവിധാനം ഇങ്ങനെ അള്ളാഹു ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവിടെ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ബഹുദൈവ വിശ്വാസികളും കപടവിശ്വാസികളും ഒക്കെ തന്നെ, ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ വിഭാഗങ്ങളൊക്കെ തന്നെ എന്തു പറയും എന്ന് ആശങ്കിച്ചുകൊണ്ട്, അവരെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കാര്യം അള്ളാഹു നിർദ്ദേശിച്ചതിനെ തുടർന്ന് അത് നടപ്പിലാക്കാൻ വിസമ്മതമുള്ള ആളായി നിലകൊള്ളരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കാതെ നിൽക്കുകയാണെങ്കിൽ പ്രവാചകന്മാർ അള്ളാഹുവുമായി നടത്തിയ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് അദ്ദേഹം പൂർത്തിയാക്കാത്ത പോലെയാണ് ഉണ്ടാവുക എന്ന കാര്യമാണ് അവിടെ ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ മുതൽ ഈ സൂറത്തിന്റെ പരിഗണനീയമായ ഒരു ഭാഗം അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഞാൻ ഇന്ന് വായിച്ച ആയത്തുകൾ നിങ്ങളെ വീണ്ടും കേൾപ്പിക്കാം, എന്നിട്ട് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വിശ്വാസികളെ, ഉദ്ഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കായി അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത്, അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു വലിയ നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന വിധത്തില് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. വളരെ പഴയ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടല്ല, ഇപ്പോ അവരുടെ കൺമുന്നിലുണ്ടായ ആ സംഭവ വികാസങ്ങളെ അള്ളാഹുവിന്റെ ഇടപെടലായിട്ട്, അള്ളാഹുവിന്റെ സഹായമായിട്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് അള്ളാഹുവിടെ പരാമർശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഉദ്ഖുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കായി അള്ളാഹു ചെയ്തു തന്ന ഈ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഇത് ജാഅതുക്കും ജുനൂദുൻ, നിങ്ങളുടെ നേരെ സൈനികര് പാഞ്ഞടുക്കുകയുണ്ടായി. പല സൈന്യങ്ങളും, ഒന്നോ രണ്ടോ അല്ല, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട സൈന്യങ്ങൾ നിങ്ങളുടെ നേരെ ചീറിയെടുക്കുകയുണ്ടായി. ഇത് ജാഅതുക്കും ജുനൂദുൻ, നിങ്ങളുടെ നേരെ, നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈനികര് എത്തുകയുണ്ടായി. ഫഅർസൽനാ അലൈഹിം റീഹ, അങ്ങനെ നാം അവരുടെ നേരെ കാറ്റ് അയക്കുകയും, ശക്തമായ കാറ്റ് അവരുടെ നേരെ തിരിച്ചുവിടുകയും, വജുനൂദൻ ലം തറൗഹ, നിങ്ങൾക്ക് ദൃശ്യമല്ലാത്ത വിധത്തിലുള്ള സൈന്യത്തെ അവരുടെ നേരെ അയക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ സഹായിക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിശ്ചയമായിട്ടും ആ ഘട്ടത്തില് നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നത്
സൂക്ഷ്മമായിട്ട് അള്ളാഹു കാണുന്നുണ്ടായിരുന്നു. അള്ളാഹു ബസീർ ആയിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചലനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും, അവര് നിങ്ങളുടെ നേരെ മീതെ നിന്ന്, മുകൾ ഭാഗത്ത് നിന്ന് പാഞ്ഞെടുത്തു. വമിൻ അസ്ഫല മിൻകും, അതുപോലെ നിങ്ങളുടെ താഴ്ഭാഗത്തു നിന്നുമായിട്ടും പാഞ്ഞെടുത്തു. വൈദ് സാഗത്തിൽ അബ്സാറു, കണ്ണുകളൊക്കെ, ദൃഷ്ടികളൊക്കെ വളരെ വന്യമായി പുറത്തേക്ക് തള്ളിയ പോലെ, അല്ലെങ്കിൽ വളരെ അസാധാരണത്വമുള്ള വിധത്തില് ഭയവിഹ്വലത പിടികൂടിയ പോലെ കണ്ണുകളൊക്കെ തുറിച്ചുപോയി. ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങള് തൊണ്ടയോളം എത്തുകയുണ്ടായി. ഹൃദയങ്ങൾ മേലോട്ട് തള്ളി തൊണ്ടയിലെത്തിയ പോലെയായി. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പലതും ഊഹിച്ചുപോയി, പലതും സങ്കല്പിച്ചുപോയി. അത്രത്തോളം കാര്യങ്ങൾ എത്തി. ഹുനാലിക ബതുലിയൽ മുഅ്മിനൂൻ, ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും വിശ്വാസികൾ വലിയ പരീക്ഷണത്തിന് അവിടെ വെച്ച് വിധേയരാവുകയായിരുന്നു. വസുൽസിലു സിൽസാലൻ ശദീദ, അതികഠിനമായിട്ട് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് 9 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യം. അഹ്സാബ് യുദ്ധം, അതുപോലെ ബനു ഖുറൈള യുദ്ധം, ഈ രണ്ട് മുഖ്യമായ സംഭവങ്ങളെ തുടർന്നുള്ള ഘട്ടത്തിലാണ് ഈ ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുൽ അഹ്സാബിന്റെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അവതരിച്ചിട്ടുള്ളത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിൽ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണത്. അഹ്സാബ് യുദ്ധം നമ്മൾ മനസ്സിലാക്കിയ പോലെ പല തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമായിട്ട് അള്ളാഹുവിന്റെ സഹായം പല വിധത്തില് മുസ്ലിങ്ങൾക്ക് ലഭ്യമായതിന്റെ ഫലമായിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ അഹ്സാബിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഈ സൂറത്തിന്റെ പഠനം തുടങ്ങുന്ന ആ ഘട്ടത്തില് സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ വിശദമായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. സഖ്യകക്ഷികൾ എന്നാണ് മലയാളത്തിലെ അഹ്സാബിനെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ പറയാറുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം ആരംഭിച്ചതിന് ശേഷം അവരുടെ ആ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനികമായ ഒരു വെല്ലുവിളിയെയാണ് ഹിജ്റ 5-ാം വർഷത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഏകദേശം അവസാനത്തിലായിട്ട് അവര് നേരിടേണ്ടി വന്നത്. മദീനയിൽ നിന്ന് നേരത്തെ കരാർ ലംഘനവും ചതിയും കാരണമായി പുറത്താക്കപ്പെട്ട ബനു നളീർ ഗോത്രവും യഹൂദ ഗോത്രമാണ്. അതുപോലെ ബനു ഖൈനുഖാ ഗോത്രവും. ഈ രണ്ട് ഗോത്രങ്ങളും ഖൈബറിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ടാണ് തങ്ങിയിരുന്നത്. അവരുടെ ഒരു പ്രമുഖനായ ഒരാള് ഹുയൈ ഇബ്നു അഖ്തബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബനു നളീർ ഗോത്രത്തിന്റെ തലവനായിരുന്ന ഒരാള് ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തുന്ന വിഭാഗങ്ങളുമായി നേരിട്ട് കണ്ട് കൂടിയാലോചന നടത്തി അവരെയൊക്കെ പ്രേരിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പടപ്പുറപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം. ഹുയൈ ഇബ്നു അഖ്തബാണ് ഖുറൈശികളെ അവരുടെ ഉഹദിലും ബദറിലും ഒക്കെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന് പ്രതികാരം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾക്ക് എതിരിൽ രംഗത്ത് വരണം എന്ന് അവർ പ്രേരിപ്പിക്കുന്നത്. ബനു നളീർ ഗോത്രത്തിനും അതുപോലെ ബനു ഖൈനുഖാ ഗോത്രത്തിനും ഒക്കെ തന്നെ അവർ മദീനയിൽ നിന്ന് കരാർ ലംഘനത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളോടും ചെയ്ത വഞ്ചനയുടെയും കാരണമായിട്ട് അവിടുന്ന് പുറത്താക്കപ്പെട്ട, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിലുള്ള ഒരു പ്രതികാര വാഞ്ച. അതുപോലെ
നജിദ് പ്രദേശത്ത് നിന്ന് ഗത്ഫാൻ ഗോത്രക്കാരും അവരെ പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്ന അസ്ജർ വിഭാഗവും ഒക്കെ ഇവരെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് അഹ്സാബ് യുദ്ധത്തിന് ഹുയൈ ഇബ്നു അഖ്തബ് കളമൊരുക്കുന്നത്. അവരുടെ നയതന്ത്ര പ്രവർത്തനത്തിന്റെ വിജയം എന്ന നിലക്ക് കാണാവുന്നതാണ് മദീനയിൽ തന്നെ തുടരുകയായിരുന്ന ബനു ഖുറൈള എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദ ഗോത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ നിലകൊള്ളുവാനും ആവശ്യം വരുമ്പോ എതിർവശത്ത് നിന്ന് മുസ്ലിം സൈന്യത്തെ ആക്രമിക്കാനും ഒക്കെ അവരെ പറഞ്ഞ് പ്രേരിപ്പിച്ച് സജ്ജരാക്കിയുണ്ടായി എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ച അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മദീനയ്ക്ക് ചുറ്റുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം നിലകൊള്ളുന്ന ആ ഇടത്തിന് ചുറ്റുമായിട്ട് വലിയ വീതിയുള്ള കിടങ്ങുണ്ടാക്കി ശത്രുക്കളുടെ അങ്ങോട്ടുള്ള കടന്നുവരവിനെ തടസ്സപ്പെടുത്തുക എന്നൊരു യുദ്ധതന്ത്രമാണ് തുടക്കത്തിൽ സ്വീകരിക്കപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യം. മറ്റൊന്ന്, ഒരവസരം വന്നു കിട്ടിയപ്പോൾ നഈം ഇബ്നു മസ്ഊദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്ജർ ഗോത്രക്കാരനായിരുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തപ്പോ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ശത്രുക്കളിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടത് ചെയ്യണം, ഇസ്ലാം സ്വീകരിച്ച കാര്യം ഇപ്പോ അവർക്കിടയിൽ വെളിപ്പെടുത്താതെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു തന്ത്രം ബനു ഖുറൈളക്കാരെയും അതുപോലെ ഈ സഖ്യകക്ഷികളുടെ നേതാക്കന്മാരെയൊക്കെ പോയി കണ്ടുകൊണ്ട് അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തില് ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ ഫലപ്രദമാവുകയും ചെയ്തു. അതേപോലെ വേറെ ചില ഇടപെടലുകളും ഉണ്ടായി. നമ്മൾ ഒരു രാത്രി ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന ഉപരോധം പിന്നിട്ട ഘട്ടത്തിലാണ് സഖ്യകക്ഷികൾ തങ്ങിയിരുന്ന പ്രദേശത്ത് അതിശക്തമായ ചരൽക്കാറ്റ് അനുഭവപ്പെട്ടതും കഠിനമായ ശൈത്യം കാരണമായിട്ടും കാറ്റിന്റെ ശക്തി കാരണമായിട്ടും ഒക്കെ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതൊക്കെ. ശക്തമായ കാറ്റില് അവരുടെ തമ്പുകളൊക്കെ പാറിപ്പോയി. അവർക്ക് ആവശ്യമായി സജ്ജീകരിച്ചിരുന്ന ജീവിത സൗകര്യങ്ങളൊക്കെ അവിടെ ഉപരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി വരുന്ന പ്രാഥമികമായ ആവശ്യങ്ങളായ സംഗതികൾക്കൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ തകർന്നു പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അതിനിടക്ക് നഈം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ആ തന്ത്രം, ആ ഉപജാപം, അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു യുദ്ധതന്ത്രം, അത് വളരെ ഫലപ്രദമാവുകയൊക്കെ ചെയ്തതിന്റെ ഫലമായി അബൂ സുഫിയാനും സംഘവും ഉപരോധം അവസാനിപ്പിച്ച് എത്രയും വേഗം ആ പ്രദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധം വിശേഷിച്ച് രക്തം ചിന്തലോ ആരുടെയെങ്കിലും മരണമോ ഒന്നും സംഭവിക്കാതെ തന്നെ അവസാനിക്കുന്നത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സൈന്യവുമായിട്ട് ബനു ഖുറൈളയുടെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് അഹ്സാബിനെ സഹായിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് മുസ്ലിങ്ങളെ ചതി ചെയ്തുകൊണ്ട് കരാറ് ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച യഹൂദ ഗോത്രത്തിന്റെ നേരെ സൈനിക നീക്കം നടത്തുന്നതും തുടർ നടപടികളൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. അപ്പൊ ഇവിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഈ അഹ്സാബിലെ അതിഭീഷണമായ സാഹചര്യങ്ങളെ അള്ളാഹുവിന്റെ സഹായത്താൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് അതിനെ നേരിടാൻ സാധിച്ചത്, എത്ര വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ് അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്ന കാര്യമാണ്
ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്കായി നൽകിയിട്ടുള്ള നിഅമത്തുകൾ ഒന്ന് ഓർത്തു നോക്കുക. ഇത് ജാഅതുക്കും ജുനൂദുൻ, നിങ്ങളുടെ നേരെ വലിയ സൈന്യങ്ങളാണ് പാഞ്ഞു വന്നത്. വലിയ സൈനിക സന്നാഹങ്ങളുമായിട്ട്, ഒരുപക്ഷെ അറേബ്യയില് സമീപകാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ലാത്ത അത്രയും വലിയ സൈനിക ഒരുക്കമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ ഒരു സൈന്യം, 12,000-ലേറെ വരുന്ന സൈനികര് പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു സൈനിക നീക്കം. അപ്പൊ ആ വിധത്തിൽ വലിയ സൈനിക സന്നാഹങ്ങളുമായിട്ട് ശത്രുക്കൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുത്ത ആ സംഭവം നിങ്ങൾ ഓർക്കുക. എങ്ങനെയാണ് അള്ളാഹു അവരെ നേരിട്ടത്? അതിൽ ചില കാര്യങ്ങളാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. ഫഅർസൽന അലൈഹിം റീഹ, കഠിനമായ കാറ്റ് അവരുടെ നേരെ അള്ളാഹു തിരിച്ചുവിടുകയുണ്ടായി. ചരൽക്കാറ്റ്, അതുപോലെ വളരെ കഠിനമായ ശൈത്യം അനുഭവപ്പെടുന്ന വിധത്തിലുള്ള കാലാവസ്ഥയും കഠിനമായ കാറ്റും ഇത് അവരുടെ നേരെ തിരിച്ചു വിട്ടുകൊണ്ട് ഫഅർസൽന അലൈഹിം റീഹൻ, തുടർന്ന് അള്ളാഹു പറയുന്നത് വജുനൂദൻ ലം തറൗഹ, നിങ്ങൾക്ക് ദൃശ്യമല്ലാത്ത വിധത്തിലുള്ള വേറെ ചില സൈന്യങ്ങളും. വ്യാഖ്യാന സാധ്യതയുള്ള ഒരു പ്രയോഗമാണിത്. അള്ളാഹു വളരെ വ്യത്യസ്തമായ പല രീതിയിലും താൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കും. മലക്കുകളുടെ ഇടപെടൽ ഉണ്ടാവാം, അതുപോലെ നമുക്ക് ദൃശ്യമല്ലാത്ത തരം ജീവജാലങ്ങളുടെ, ജിന്നുകൾ പോലെയുള്ള, അതുപോലെ അദൃശ്യ ജീവികളായ മറ്റു പലതും. ഇനി അതല്ലെങ്കിൽ വളരെ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ടല്ലോ. ഇങ്ങനെയുള്ള വളരെ നിസാരമായത് പോലും പലപ്പോഴും ശത്രുക്കളുടെ ധൈര്യം ചോർത്തിക്കളയുന്നതും, അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയവും സഹായവും ഒക്കെയായി മാറുന്നതും ഒക്കെയായി ഇടപെടലുകൾ ആവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെയാണ്. ചെറിയ നിസ്സാരമായ ജീവികളായിട്ട് പരിഗണിക്കുന്ന, ഇപ്പോ ഒരു തേനീച്ചക്കൂടോ അല്ലെങ്കിൽ ഈ ഒച്ച് പോലെയുള്ള ജീവികൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കാരണമായി സൈനിക മുന്നേറ്റം സാധ്യമാവാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള പല വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല സൂക്ഷ്മജീവികളുടെയും സാന്നിധ്യം കാരണമായിട്ടൊക്കെ തന്നെ സൈന്യത്തിന് വലിയ തടസ്സമായി മാറാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിനോ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം. വേറെ ഒന്ന്, ഒരു പക്ഷെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അട്ട പോലെയുള്ള സംഗതികൾ, അട്ട ധാരാളം നിറഞ്ഞുള്ള ഒരു ഇടമാണെങ്കിൽ കാലാവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ള മാറ്റം ഉണ്ടാവുമ്പോൾ പിന്നെ അവിടെ സൈനികരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിൽക്കാൻ കഴിയില്ല. അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ട് പോകേണ്ടി വരും. ആ ഒരു പ്രത്യേക മൊമെന്റില് ആ യുദ്ധ രംഗം വിട്ടു പോകേണ്ടി വരിക എന്നത് തന്നെയാണ് യുദ്ധത്തിലെ വളരെ പ്രകടമായ പരാജയം. പക്ഷെ അത് സംഭവിക്കുന്നത് പലപ്പോഴും വലിയ ആയുധ പ്രയോഗം കൊണ്ടോ അല്ലെങ്കിൽ മറുപക്ഷത്തുനിന്ന് വളരെ ശക്തമായ ആക്രമണം ഉണ്ടായത് കൊണ്ടൊന്നും ആവണമെന്നില്ല. അള്ളാഹു തആല ഒരു കാറ്റയച്ചു, അതുപോലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളുടെ തമ്പുകളൊക്കെ പാറിപ്പോകുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥയുണ്ടായി. പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാലാവസ്ഥയും, അതുപോലെ വേറെ ചില അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ച ചില സംഗതികളൊക്കെ ഉണ്ടാക്കി. അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. മനുഷ്യരുടെ ഈ അഹന്തയും നിഗളിപ്പും ഒക്കെയുള്ള അവസ്ഥയില് ആണ് അത് വലിയ സംഭവമാണ് ഒരു സൈനിക നീക്കം എന്നൊക്കെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ സൈനിക ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വളരെ നിസ്സാരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കരുതുന്ന പോലെയുള്ള വലിയ പടയൊരുക്കങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതൊക്കെ ഒരു സൂക്ഷ്മജീവിയെ കൊണ്ട്, ഒരു ഇൻസെക്ട് പോലെയുള്ള വിഭാഗത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവി, ഈച്ചയെ വർദ്ധിപ്പിച്ചാൽ മതി, എന്നാൽ പോലും നിവൃത്തിയില്ലാതെ അവിടുന്ന് ഇട്ടേച്ച് പോകേണ്ടി വരും. ഇതേപോലെയുള്ള ചില നടപടികൾ അള്ളാഹു മറ്റുള്ളവർക്ക് ദൃശ്യമായിട്ടില്ലാത്ത വിധത്തിലുള്ള ചില ഇടപെടലുകളും നടത്തിയ കാര്യമാണ്
അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത് ജാഅത്തുക്കും ജുനൂദുൻ ഫാർസൽന അലൈഹിം റീഹ, നിങ്ങളുടെ നേരെ സൈന്യം നാലുപാട് നിന്നുമായിട്ട് പാഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോ അള്ളാഹു അവരുടെ നേരെ ശക്തമായ കാറ്റ് അടിച്ചു വീശി. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് സൈന്യം വന്ന ഉടനെ കാറ്റടിച്ചു വീശി എന്നൊന്നും മനസ്സിലാക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആന്റെ വിവരണ ശൈലി അറിയുന്ന ആളുകൾക്ക് അതിലേറ്റവും പ്രാധാന്യമുള്ള ശ്രദ്ധേയമായ പറയേണ്ട ചില കാര്യങ്ങൾ പറയുക എന്ന രീതിയാണ് ഖുർആൻ സ്വീകരിക്കാറുള്ളത് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉപരോധത്തിൽ ഏർപ്പെട്ട് ഏകദേശം ഒരു മാസമൊക്കെ പിന്നിട്ട ഘട്ടത്തിലാണ്. അതിനകം തന്നെ അവര് ഉപരോധം കൊണ്ട് തന്നെ വശം കെട്ടിട്ടുണ്ടായിരുന്നു. മക്കയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുങ്ങി വന്നിരുന്ന ഈ സഖ്യകക്ഷികളുടെ സൈന്യം. അപ്പോ ജുനൂദൻ ലം തറൗഹ, നിങ്ങള് കണ്ടിട്ടില്ലാത്ത ചില സൈന്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്കെതിരിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. വഖാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, ആ ഘട്ടത്തില് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യവും അള്ളാഹു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ എന്തൊക്കെ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്, ആരൊക്കെയാണ് അള്ളാഹു ചുമതലപ്പെടുത്തിയ ആ സംഗതികളോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നിലക്കൊണ്ടത്, എത്രത്തോളം സത്യസന്ധതയും അതുപോലെ ഇഖ്ലാസും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഉണ്ടായിരുന്നത് എന്നതൊക്കെ അള്ളാഹു തീർച്ചയായിട്ടും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും, അവര് നിങ്ങളുടെ മേൽഭാഗത്തു നിന്നായിട്ട് നേരിടാൻ വേണ്ടി വരികയുണ്ടായല്ലോ. രണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്ന വിധത്തിൽ സൈനികരുടെ നീക്കമുണ്ടായത്. ഒന്ന് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളും അവരെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപ പ്രദേശത്തു നിന്നുള്ള ഗോത്രങ്ങളും ഒക്കെയാണ്. അവരാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നജിദ് പ്രദേശത്തു നിന്ന് വന്ന ഖത്ഫാൻ, അസ്ജഅ് പോലെയുള്ള ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, ആ സൈന്യം. പിന്നെ മദീനക്ക് അകത്ത് തന്നെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ക്യാമ്പ് ചെയ്യുന്നതിന്റെ നേരെ എതിർവശത്തായിട്ടുണ്ടായിരുന്ന ബനൂ ഖുറൈള വിഭാഗം. ഇവരൊക്കെയാണ്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾ, ഒരു കൂട്ടർ മേലെ നിന്നും വേറെ കൂട്ടർ താഴെ നിന്നും നിങ്ങളെ ആക്രമിക്കുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഭൂമിശാസ്ത്രപരമായി ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു മക്കയിൽ നിന്ന് വന്നിരുന്ന ആളുകള്, സഖ്യകക്ഷികൾ മുഖ്യമായിട്ടുണ്ടായിരുന്നതെങ്കിൽ നജിദ് ഭാഗത്തു നിന്നുള്ള ഈ രണ്ട് ഗോത്രങ്ങള്, അവരുടെ സൈന്യം വരുന്നത് ഭൂമിശാസ്ത്രപരമായി അല്പം താഴ്ന്നു കിടക്കുന്ന ഭാഗത്തുനിന്ന് ആണ് എന്നതും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ട് സൈന്യം നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നല്ലോ. ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന പ്രദേശത്തുനിന്ന് ആയിട്ടും അതുപോലെ താഴ്ന്ന പ്രദേശത്തു നിന്നുമായിട്ട്, മേലെന്നും താഴെന്നുമായിട്ട് ശത്രുക്കൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുകയുണ്ടായപ്പോ വൈദ് സാഗത്തിൽ അബ്സാറു, കണ്ണുകളൊക്കെ വളരെ വൈൽഡായി മാറിയ, വന്യത കാണിക്കുന്ന ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറിച്ചു പോകുന്ന, അല്ലെങ്കിൽ അപസ്മാരമൊക്കെ സംഭവിക്കുമ്പോൾ ഉള്ള പോലെ കണ്ണുകൾക്ക് നിയന്ത്രണമില്ലാത്ത വിധത്തിലുള്ള ഒരു ദൃഷ്ടി മൂർച്ഛിച്ചു പോകുന്ന വിധത്തില്, അങ്ങേയറ്റത്തെ ഭയം കാരണമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും വന്നു. കാരണം ഒരു യുദ്ധം ആണ്, ഏറ്റുമുട്ടാനൊക്കെ ഒരുക്കമാണ് എങ്കിൽ പോലും നാലു ഭാഗത്തു നിന്നുമായിട്ട് ശത്രുക്കള് അവരുടെ മേൽ ചാടി വീഴാനിരിക്കുന്നു എന്നൊരവസ്ഥ ഉണ്ടാവുമ്പോ അതിൽ നിന്ന് ഒരു പുറത്തു കിടക്കാൻ ഒരു വഴിയും കാണാത്തൊരവസ്ഥയാണ് സംജാതമാവുന്നത്. ആ ഒരു അവസ്ഥയിൽ കണ്ണ് തുറിച്ചു പോകും എന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോ ആ ഒരു അവസ്ഥയിലാണ് വിശ്വാസികൾ ആ ഘട്ടത്തിൽ എത്തിയത്. വൈദ് സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഹൃദയങ്ങളൊക്കെ അതിഭീകരമായ ഭീതി അനുഭവപ്പെടുന്ന കാരണമായിട്ട് ഹൃദയങ്ങള് തൊണ്ടയിലോട്ട് എത്തുവോളം കയറിപ്പോയ പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഹനാജിർ എന്ന് പറഞ്ഞാല് ത്രോട്ട്സ് ആണ്. തൊണ്ടയിലേക്ക് ഹൃദയം കയറിപ്പോയ പോലെ, അതിൽ സ്റ്റക്കായി പോയ പോലെയാണ്
അവരുടെ അവസ്ഥ ഉണ്ടായിരുന്നത് എന്നാണ് ഖുർആൻ വിവരിക്കുന്നത്. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പലതും വിചാരിച്ചു പോയി. അങ്ങനെയുള്ള ചില ഒരു തോന്നലൊക്കെ മനസ്സിലുണ്ടായിപ്പോയി. അള്ളാഹു സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് അത് വെറും വ്യാജമായ വാഗ്ദാനങ്ങളായിരുന്നു, ഒരു സഹായം ഉണ്ടാവില്ലേ എന്നൊക്കെ പോലും തോന്നുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടായി. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, കപട വിശ്വാസികൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഇത് സംബന്ധമായി സംസാരിക്കുന്നത് ഈ സൂറത്തിൽ തന്നെ പിന്നീട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിലുള്ള വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം തനി നിഷേധവും നന്ദികേടും ഒക്കെയായി മാറിയ ഒരു സംസാരമായിട്ട് അത് പരിണമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പരാമർശം വരുന്നുണ്ട് തുടർന്ന്. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പലതും കരുതിപ്പോയി, പലതും വിചാരിച്ചു പോയി. അങ്ങനെ അത്രത്തോളം ഭീതി നിങ്ങളുടെ മേൽ പിടിമുറുക്കിയ ഒരു അവസ്ഥയുണ്ടായി. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, അത് അവിടെ വെച്ച് വിശ്വാസികൾ ശരിക്കും പരീക്ഷണത്തിന് വിധേയമാവുകയായിരുന്നു എന്ന്. സമീപകാലത്ത് ഇസ്രായേലുമായി ഹമാസ് നടത്തിയ ഏറ്റുമുട്ടലുണ്ടല്ലോ, അതിനെ തുടർന്നുള്ള നാളുകളിൽ ലോകം ഹമാസിനെ പരിഹസിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. വിവരണാതീതമായ ക്രൂരതകൾ അഴിച്ചുവിട്ടുകൊണ്ട് ഫലസ്തീനിലെ ഗസ പ്രദേശത്തെ ആളുകളെ വളരെ നിഷ്ഠൂരമായ വിധത്തില് ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വളരെ വേദനയുളവാക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനിടക്കാണ് അള്ളാഹുവിന്റെ ഒരു തന്ത്രം ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. ഒരു ബുദ്ധിമോശം നെതന്യാഹുവിന് അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അവർക്കൊരു പ്രേരണ ഉണ്ടാക്കി കൊടുത്തു. അത് കയറി ആക്രമിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ മുഖ്യ പ്രദേശങ്ങളൊക്കെയും തന്നെ തവിട് പൊടിയായ ഒരു ചിത്രമാണ്. പുനർനിർമ്മാണത്തിന് അതിവിപുലമായ സൗകര്യങ്ങൾ പോലും മതിയാകാതെ വരുന്ന വിധത്തില് തകർന്നടിഞ്ഞ ഒരു ചിത്രമാണ് ഇസ്രായേലി നഗരങ്ങൾക്കുള്ളത് ഇന്ന്. ആ വിധത്തില് ഒരു 2-3 ആഴ്ച മുമ്പ് ഇസ്രായേലിനോ വേറെ ലോകത്തിനോ പോലും സങ്കല്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇസ്രായേൽ ആ വിധത്തില് തകർന്നടിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ അള്ളാഹു ഒരു കൂട്ടരെ പരാജയപ്പെടുത്താനോ അവരെ തിരിച്ചടി ഏൽക്കാനോ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമോശം ഉണ്ടാക്കിയാൽ മതി. അത്രയും നിസ്സാരാണ് കാര്യം. യഥാർത്ഥത്തിൽ അവര് ഒരു കാരണവശാലും സൈനികമായ വലിയ ഒരുക്കങ്ങളുള്ള മിലിറ്ററി ഇന്റലിജൻസ് ഏറ്റവും ഫലപ്രാപ്തി കാണിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം, ഇന്ത്യ പോലെയുള്ള വലിയ ശക്തികൾക്ക് പോലും സൈനിക പിന്തുണയും ആയുധവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ ഇസ്രായേൽ. ഇന്ത്യ പലതും അവരുടെ അടുത്തു നിന്നാണ് മിലിറ്ററി ഇന്റലിജൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ പലതും പഠിക്കാറുണ്ടായിരുന്നത്, ആയുധങ്ങൾ വാങ്ങാറുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വലിയൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ. ഗസയിലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ കാര്യത്തിൽ ഒരു ദൈവികമായ ഇടപെടലും ഉണ്ടാവുകയില്ലേ എന്ന വിധത്തിലൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനെയൊക്കെ ശങ്കിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയോളം കാര്യങ്ങൾ എത്തിയല്ലോ. ആർക്കും ഒരു ലോകം മുഴുവനും പ്രതിഷേധിക്കുമ്പോഴും ആരുടെയും തടഞ്ഞു നിർത്തുന്ന ഒരു കൈ അങ്ങോട്ട് എത്തുന്നില്ല. ഇസ്രായേലിന്റെ ക്രൂരതകളെ തടഞ്ഞു നിർത്താൻ ആരും ഒരു ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയില് ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഒരു ബുദ്ധിമോശം ചെയ്യിച്ചുകൊണ്ട് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും പടച്ച തമ്പുരാന്റെ ഒരു സഹായം ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായതാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതൊക്കെ തന്നെ ധാരാളം മതിയായതാണ്. അപ്പോ ഈ അഹ്സാബ് യുദ്ധത്തിന്റെ ഘട്ടത്തില് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീനയില്
അവര് നാലുപാട് നിന്നും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരവസ്ഥയില് വല്ലാത്ത ഒരു മാനസിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം ശരിക്കും മാറ്റുരയ്ക്കപ്പെട്ടു. അള്ളാഹുവിനെ കുറിച്ച് അവര് പല ഊഹങ്ങളും ഉണ്ടായി പോകുന്നിടത്തോളം കാര്യങ്ങൾ എത്തുകയുണ്ടായി എന്നാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പല ഊഹങ്ങളും നടത്തുന്നവരായി പോയി. മുനാഫിക്കുകളുടെ കാര്യത്തിൽ അള്ളാഹു വേറെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് എന്ന കാര്യം. ഹുനാലിക ബതുലിയൽ മുഅ്മിനൂൻ, വിശ്വാസികൾ തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ അവിടെ വെച്ച് വലിയ പരീക്ഷണത്തിനാണ് വിധേയരായത്. വസുൽസിലു സിൽസാലൻ ശദീദ, അവർ അതികഠിനമായിട്ട് വിറപ്പിക്കപ്പെടുക തന്നെ ചെയ്തു അവിടെ വെച്ച്. പക്ഷെ അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് എന്നതും നമ്മൾ കാണാതെ പോയിക്കൂടാ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേ ഔട്ട് ഇല്ല എന്ന വിധത്തിൽ അത്രയും നാലുപാട് നിന്നും കൊട്ടിയടക്കപ്പെട്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നൽകുന്ന സൂചന തീർച്ചയായിട്ടും ദൈവിക നടപടി വൈകാതെ തന്നെ ഉണ്ടാകും എന്നതാണ്. ഇവിടെ ഗസയിലെ ആളുകളുടെ കാര്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ നമുക്ക് ഈ അഹ്സാബിന്റെ കാര്യത്തിൽ അഹ്സാബിനെ നേരിടുന്നതിൽ വിശ്വാസികള് അതികഠിനമായി വിറപ്പിക്കപ്പെട്ട ഒരു അവസ്ഥ, കണ്ണുകളൊക്കെ തുറിച്ചുപോയ, ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് തള്ളിക്കയറി വന്ന ഒരവസ്ഥ. അള്ളാഹുവിനെ കുറിച്ച് വളരെ അന്യായമായ അല്ലെങ്കിൽ പാടില്ലാത്തതായ ചില ഊഹങ്ങളിലേക്ക് പോലും പലരും എത്തിപ്പോകുവോളം കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലരും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്രത്തോളം കാര്യങ്ങൾ എത്തിയ ഒരു ഘട്ടത്തിലാണ് ഈ ദൈവിക നടപടി ഉണ്ടാവുന്നതും അള്ളാഹു കാറ്റിനെയും നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചില സൈന്യത്തെയും ഒക്കെ അയച്ചുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തി അവിടുന്ന് തുരത്തി ഓടിക്കുന്നത്. അപ്പോ ഈ സൂറത്തുൽ അഹ്സാബിലെ അഹ്സാബ്, ബനൂ ഖുറൈള പോലെയുള്ള ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ ആദ്യ ഭാഗമാണ് ഈ 3 ആയത്തുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളും പ്രസക്തമായ ചില ഗുണപാഠങ്ങളും ഒക്കെ പകർന്നു നൽകിക്കൊണ്ട് ഈ വിവരണം തുടരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിലെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.